അലിയാര് തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയമാണ്, പ്രതിസന്ധിയുടെ സമയമാണ്. അക്രമകാരിയായ ബിദഈ പ്രവർത്തകന്റെ കുത്തേറ്റിട്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വീഴുന്നത്. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയാണ്. സ്വഹാബികൾ മുഴുവനും ചുറ്റും കൂടി നിന്ന് കരയുകയാണ്. താബിഈങ്ങൾ മുഴുവനും സങ്കടത്തിലാണ്. ഹബീബായ തങ്ങളുടെ മരുമകനാണ്, വൈജ്ഞാനിക ലോകത്തിന്റെ ഗോപുരമാണ്, നാലാമത്തെ ഖലീഫയാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതൃത്വമാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്ന സമയ, മരണത്തിന്റെ സമയ, എല്ലാവരും കരയുന്നു, പൊട്ടി കരയുന്നു. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചിരിക്കുകയാണ്. രക്തം നെഞ്ചിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്നുണ്ട്. അതൊന്നും അലിയാര് തങ്ങൾക്കൊരു പ്രശ്നമല്ല, അതിലൊന്നും അവിടത്തേക്കൊരു വിഷയവുമില്ല. അവിടുന്ന് അങ്ങനെ ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു. ആ ചിരിക്കുന്നതിന്റെ ഇടയിൽ മഹാനവറുകൾ വിളിച്ചു പറയുന്നു, മർഹബാ 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 മർഹബാ. സ്വാഗതം പറയുകയാണ്. മരണത്തിന്റെ വെപ്രാള നേരത്ത് അലി ഇബ്നു അബീ ത്വാലിബ് മർഹബ പാടുകയാ. ആ സമയത്ത് ചോദിച്ചു, തങ്ങളെ ആർക്കാണ് ഈ സക്കറാത്തിന്റെ നേരത്ത് മർഹബ, ആർക്കാണ് ഈ മരണവെപ്രാളത്തിൽ സ്വാഗതം പറയുന്നത്? ആ സമയത്താണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നത്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് മരണത്തിന്റെ വേദന, എന്ത് പ്രയാസോ, എന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ കാത്തു നിൽക്കുന്നത് ആരാണെന്നറിയോ? മൽഹറുല്ലതമായ മുഹമ്മദുർ റസൂലുള്ളാഹ്. വഹാദാ അഖീ ജഅഫറുത് തയ്യാർ. മുഅത്തത്തിന്റെ രണാങ്കളത്തില് വർഷങ്ങൾക്ക് മുമ്പ് 90 ചില്ലാനം വെട്ടേറ്റുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നുപോയ എന്റെ അനുജൻ ജഅഫർ, എന്നെ സ്വീകരിക്കാൻ അവരുടെ ആത്മാവ് വന്നിട്ടുണ്ട്. വഹാദാ അമ്മി ഹംസ. ഉഹദിന്റെ രണാങ്കളത്തില് ഷഹീദായി മരിച്ചുപോയ ഹംസത്തുൽ കറാർ തങ്ങൾ എന്നെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. വഹാദിഹി ഫാത്തിമ. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പിരിഞ്ഞുപോയ എന്റെ പ്രിയപ്പെട്ട പ്രിയതമ മുത്തുനബിയുടെ പൊന്നുമോള് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയും എന്നെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കെന്തു മരണത്തിന്റെ വേദന?